വയനാട് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? ഈ കാർഡ് കണ്ടോളൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പേര് വെച്ചിട്ട് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒരു കാർഡാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒപ്പം സോഷ്യൽ മീഡിയയിലെ സംഘപരിവാർ കോൺഗ്രസ് ലീഗ് പേജുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നു. മൃതദേഹങ്ങളെ വെറുതെ വിട് വിജയ, സ്ഥലം കൊടുത്തത് എസ്റ്റേറ്റ് ഉടമ, കുഴി കുത്തിയത് സംഘടനകൾ, വണ്ടി ഓടിയത് ആംബുലൻസ്. വയനാട് മൃതദേഹം സംസ്കരിക്കാൻ ഒരാൾക്ക് ചെലവ് 75,000 രൂപ. ഇതാണ് ഇപ്പോഴത്തെ പ്രചരണം. ഇത് മാത്രമാണ് ലക്ഷ്യം. ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലേക്ക് ഇല്ലാത്തത് ഉണ്ട് എന്ന് വരുത്തണം. സംസ്ഥാന ദുരന്തമായാണ് വയനാട് ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വസ്തുത പുറത്തു വന്നപ്പോൾ മാപ്രകൾ യു-ടേൺ അടിച്ചിട്ടുണ്ട്. ഏതുപോലെ? സംഘി ചാനലായ ഏഷ്യാനെറ്റ് അടിച്ചതുപോലെ. ഇത് വളരെ ഉത്തരവാദിത്തത്തോടെ അവതരിപ്പിക്കപ്പെട്ട കണക്കാണ്. ഇപ്പോൾ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ. അപ്പോൾ ഇത് സംബന്ധിച്ച് ഈ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന വിശദീകരണം എന്താണ്? ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത് SDRF ചട്ടങ്ങൾ കണക്കാക്കിയാണ്, അത് മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ചെലവ് കണക്കുകൾ തയ്യാറാക്കിയത് എന്നുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ഓഗസ്റ്റ് 9 കേന്ദ്ര സമിതിയുമായി ദുരന്ത നിവാരണ അതോറിറ്റിയിലെ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തുന്നത്. ഈ കൂടിക്കാഴ്ചയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ചെലവ് കണക്കുകൾ തയ്യാറാക്കിയത് എന്നുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ SDMA നൽകുന്നത്. അത് 90 ദിവസത്തേക്ക് വരെ വയനാട് ഈ തെരച്ചിൽ, ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകൾ അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ സാധ്യതയുണ്ടെങ്കിൽ എത്രത്തോളം രൂപ ചെലവാകും എന്നുള്ള ആന്റിസിപ്പേറ്ററി കണക്ക്, മുൻകൂട്ടി തയ്യാറാക്കുന്ന കണക്കാണ് മെമ്മോറാണ്ടത്തിൽ കാണിച്ചിട്ടുള്ളത് എന്നുള്ള വിശദീകരണമാണ് ഈ ഘട്ടത്തിൽ SDMA നൽകുന്നത്. മെമ്മോറാണ്ടം എപ്പോഴും കേന്ദ്രത്തിന് നൽകുന്നത് അപ്രകാരമാണെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. അതായത് ഓഗസ്റ്റ് 9 കേന്ദ്ര സമിതിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ആ ഘട്ടത്തിൽ വയനാട് ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം തുടരുന്ന സമയമാണ്. ദുരന്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ, ക്യാമ്പുകളടക്കം 90 ദിവസത്തേക്ക് വരെ തുടരുകയാണെങ്കിൽ എത്രത്തോളം രൂപ ചെലവാകും, ആ ചെലവാണ് മെമ്മോറാണ്ടത്തിൽ കാണിക്കുന്നത് എന്നുള്ള വിശദീകരണമാണ് SDMA നൽകുന്നത്. ഇത് SDRF ചട്ടങ്ങൾ പാലിച്ചാണെന്നും ഒപ്പം തന്നെ കേന്ദ്ര സമിതിയോടുകൂടി നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് എന്നുള്ള വിശദീകരണം SDMA ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ഈ കണക്കുകൾ കാണിക്കുന്നത് അടിയന്തര സഹായം ലഭിക്കാൻ വേണ്ടിയാണെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീടുകളുടെ നഷ്ടം, അതിൽ ഏറ്റവും പ്രധാനമായും ഉയരുന്നത് 1,30,000 രൂപ മാത്രമാണ് വീടുകൾക്ക് കണക്കാക്കിയത് എന്നുള്ള ഒരു ആക്ഷേപം ഉയർന്നിരുന്നു. അതും SDRF ചട്ടം അനുസരിച്ചെന്നും SDMA വിശദീകരിക്കുന്നുണ്ട്. ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് 75,000 രൂപ ചെലവാക്കുന്നത് അല്ലെങ്കിൽ കണക്കാക്കുന്നത് അതിന് ഭൂമി കുഴിയെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ കണക്കുകൂട്ടിയാണ് എന്നുള്ളതും SDMA വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും SDRF ചട്ടങ്ങൾ അനുസരിച്ച് കേരളത്തിനാകെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചെലവുകൾ അല്ലെങ്കിൽ നഷ്ടം കണക്കാക്കാനാകുക 219 കോടിയാണ്. എന്നാൽ 1,600 കോടി രൂപയുടെ അടുത്ത് നഷ്ടമുണ്ടെന്നും ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ചെലവ് കണക്കുകൾ കാണിക്കുന്നത് എന്നുള്ളതുമാണ് SDMA ഘട്ടത്തിൽ നൽകുന്ന വിശദീകരണം. എന്തുകൊണ്ടാണ് ഈ യു-ടേൺ എന്നറിയോ? പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട്. അതായത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ഈ എസ്റ്റിമേറ്റ് കണക്കുണ്ടാക്കിയിരിക്കുന്നത്. എന്താണ് എസ്റ്റിമേറ്റ്? നമ്മളൊരു വീട് വയ്ക്കുന്ന കാര്യം തൊട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സമ്മേളനം വയ്ക്കുന്നു, നമ്മൾ റൗണ്ട് അപ്പ് തുകയ്ക്കാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ല, എല്ലാത്തിനും എസ്റ്റിമേറ്റ് ഇടും. കാര്യം ചിട്ടപ്പെടുത്താൻ കഴിയാത്ത വലിയ ദുരന്തമാണ് ഉണ്ടായത്. അതുകൊണ്ട് ഒരു ഏകദേശ കണക്ക് വെച്ചിട്ട് 90 ദിവസം ഇത് നീണ്ടുപോയാൽ എത്ര രൂപ വകമാറ്റി വെക്കേണ്ടി വരും എന്നതിനെ സംബന്ധിച്ച് ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എസ്റ്റിമേറ്റ് ഒരു ഏകദേശ വിലയിടൽ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു വിലയിട്ട് കൊടുത്തതിനാണ് ഇങ്ങനെ ചെലവാക്കി എന്ന രീതിയിൽ പച്ച കള്ളം പ്രചരിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സർക്കാർ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ പോകുന്നൊരു പോക്ക് കണ്ടേ, എന്തൊരു നാറിയ പ്രവർത്തനമാണ്. ഇതിൽ നിങ്ങൾ സ്വന്തം വീട് വയ്ക്കുന്നു എന്ന് വിചാരിക്കുക, എസ്റ്റിമേറ്റ് തുകയിട്ട് ഏറ്റവും ഒടുവിൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എത്ര രൂപയായി? 25 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ടു, 20 ലക്ഷം രൂപയ്ക്ക് എല്ലാം തീർന്നു. അതിൻ്റെ അർത്ഥം എസ്റ്റിമേറ്റ് തുക അവർക്ക് കൊടുത്തു എന്നാണോ? ഇത്രയേ ഉള്ളൂ അതിൻ്റെ ചോദ്യം. അങ്ങനെ സർക്കാർ 90 ദിവസത്തേക്ക് എല്ലാ കാര്യത്തിലും കൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എസ്റ്റിമേറ്റ് ഇട്ടൊരു തുക, ആ തുകയുമായി ബന്ധപ്പെട്ടാണ് ഈ പച്ച നുണ പ്രചരിക്കുന്നത്. അത് പിൻവലിക്കാത്തവരും മാപ്പ് പറയാത്തവരും തിരുത്തി പറയാത്തവരും സ്വപ്പ കാര്യം മനസ്സിലാക്കാൻ പോവുകയാണ്. കാര്യം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ച ഒരു വിഷയത്തിൽ ഇല്ലാത്തത് ചെയ്തു എന്ന രീതിയിൽ വ്യാജ വാർത്ത കൊടുക്കുമ്പോൾ ഇവർക്കൊക്കെ എന്ത് വിശ്വാസ്യതയാണുള്ളത്? സർക്കാർ വിരുദ്ധ വാർത്ത സൃഷ്ടിക്കുക, ദുരിതാശ്വാസ നിധിയെ തകർക്കുക, ഇതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇമാതിരി ഒരു വിവരാവകാശ രേഖ എടുത്തു വെച്ച്
വസ്തുതയുമായി പുലബന്ധമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എസ്റ്റിമേറ്റ് തുക കൊടുത്തു, ചെലവാക്കി എന്ന രീതിയിൽ സർക്കാർ ചെലവഴിച്ചു എന്നൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഓഡിറ്റ് നടന്നിട്ടില്ല, C&AG പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങളിലെല്ലാം പൂർത്തീകരിച്ച് മാത്രമേ അന്തിമ കണക്കിലെത്തുള്ളൂ. അതിൻ്റെ എസ്റ്റിമേറ്റ് തുക എടുത്ത് വെച്ചിട്ട് ഇത് ചെലവഴിച്ചു എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രചരിപ്പിച്ചവന്മാരുടെ ചെവിക്കൽ കർണേവാല ആക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ചെയ്യാനില്ല എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. സർക്കാർ ഒരു കാരണവശാലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. എസ്റ്റിമേറ്റ് തുക ചെലവഴിച്ചു എന്ന രീതിയിൽ വാർത്ത കൊടുത്തവരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടത് ഇവിടുത്തെ ഉത്തരവാദിത്തമാണ്. മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്ത് തെമ്മാടിത്തവും കുറേ മഞ്ഞ ചാനലുകൾ തുറന്നു വെച്ച് സംഘപരിവാറിന് വേണ്ടി പടച്ചുവിടുന്നുണ്ടെങ്കിൽ അവന്മാരൊക്കെ നിയമത്തിൻ്റെ ശക്തമായിട്ടുള്ള നടപടികൾ നേരിടേണ്ടതുണ്ട് തന്നെ.